ഒരു ഗ്യാരേജ് ബ്ലോക്കാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിയന്ത്രണം വിട്ട ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ച് ആ പോസ്റ്റ് മറിഞ്ഞ് നേരെ കാറിൻ്റെ മുകളിലേക്ക് വീണ ഒരു ഹുണ്ടായി കാറിൻ്റെ റിപ്പയറിംഗ് പ്രോസസ്സാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഡാമേജസ് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. പോസ്റ്റിലേക്ക് നേരെ ഇടിക്കുകയായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഫ്രണ്ട് ബമ്പർ നല്ല രീതിയിൽ തന്നെ ഡാമേജ് ആയിട്ടുണ്ട്. പോസ്റ്റ് വീണത് കാറിൻ്റെ മുകളിലേക്കാണ്. ബോണറ്റ് നല്ല രീതിയിൽ ബെൻഡായത് കാണാൻ പറ്റും. അതുപോലെ തന്നെ റൂഫിലേക്ക് വീണത് കൊണ്ട് തന്നെ റൂഫാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് സംഭവിച്ചിരിക്കുന്നത്. കാരണം കൂടുതൽ ലോഡ് വരുന്നത് ആ റൂഫിൻ്റെ മുകളിലേക്കാണ്. പോസ്റ്റിൻ്റെ കംപ്ലീറ്റ് വെയ്റ്റും ആ റൂഫിലേക്കാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെയിൽ ഡോറിൻ്റെ ടോപ്പ് പോർഷനും ഡാമേജ് ആയിട്ടുണ്ട്. റൂഫ് ഫ്രണ്ടും ബാക്കും ഡാമേജ് ആയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഫ്രണ്ടിലെ വിൻഷീൽഡ് ഗ്ലാസും ബാക്കിലെ വിൻഷീൽഡ് ഗ്ലാസും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഡാമേജ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇലക്ട്രിക് പോസ്റ്റ് നല്ല നീളമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നിന്ന് ബാക്ക് വരെയുള്ള കംപ്ലീറ്റ് റൂഫും ഡാമേജ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ഇത്രയും ഡാമേജ് ഒക്കെയാണ് നമ്മൾ കാണാൻ സാധിക്കുക. ഇനി നമുക്ക് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൻ്റെ ഗ്ലാസ് വീണ ഭാഗങ്ങളൊക്കെ സ്ക്രാച്ചായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ മറ്റ് സീരിയസ് ആയിട്ടുള്ള ഡാമേജ് ഒന്നും ഒറ്റ നോട്ടത്തിൽ ഡാഷ്ബോർഡിൽ കാണാൻ പറ്റുന്നില്ല. അല്പം പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ട് എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഡാഷ്ബോർഡ് വളരെ അധികം ഡാമേജ് ഒന്നും പ്രത്യേകിച്ച് കാണാനും ഇല്ല. പാസഞ്ചർ സൈഡിലാണ് ഡാമേജ് എന്നുകൊണ്ട് തന്നെ ഡ്രൈവർ സേഫാണ്. സ്റ്റിയറിങ്ങും ക്ലസ്റ്ററും അങ്ങനെയുള്ള പാർട്സുകളൊക്കെ സേഫായിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഫ്രണ്ടായാലും ബാക്കായാലും സീറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 സീറ്റുകളും സേഫാണ്. ലെതറിന് ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഇതിൽ കാണാൻ പറ്റുന്നില്ല. കൂടുതലായിട്ടും പുറത്തുള്ള ബോഡി പാർട്സിനാണ് ഡാമേജ് ഉള്ളതായിട്ട് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ റിപ്പയറിങ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം റൂഫൊക്കെ കട്ട് ചെയ്ത് എടുക്കുന്ന ഒരു പ്രോസസ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് എന്തൊക്കെയാണോ നമുക്കൊന്ന് കാണാം. നമ്മൾ കണ്ടിരുന്ന വാഹനത്തിനുള്ളിൽ കംപ്ലീറ്റ് ഗ്ലാസ് പീസസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സൗകര്യമായിട്ട് സേഫായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ വിൻഷീൽഡ് ഗ്ലാസ് റിമൂവ് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ഉള്ളിലുള്ള ഗ്ലാസ് പീസസിൽ എവിടെയൊക്കെയാണോ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഡാമേജ് ആയ ഗ്ലാസ് പീസ് എടുക്കുക അത്ര ഈസിയുള്ള കാര്യമല്ല. ഒരു സൈഡിൽ നിന്ന് പതിയെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള സീറ്റുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് ആ ഭാഗവും നമ്മൾ ഗ്ലാസ്സുകളൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതാണ്. സീറ്റുകളൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ്. ഇതിലേറ്റവും വലിയ വെല്ലുവിളി എന്നത് റൂഫിൻ്റെ റിപ്പയറിംഗ് ആണ്. കാരണം ഈ റൂഫ് സാധാരണ ആക്സിഡൻറ്റിൽ നിന്ന് ഡാമേജ് ആവാൻ സാധ്യത തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പാർട്ട് കിട്ടാനും തീരെ സാധ്യതയില്ല. സോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് മറ്റൊരു വാഹനത്തിൻ്റെ റൂഫ് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മളുടെ ഈ വാഹനത്തിന് കട്ട് ചെയ്ത് ഈ റൂഫിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും കസ്റ്റമർ തന്നെയാണ് ഇത് ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. കാരണം ഇത്രയും ഡാമേജ് ഉള്ളൊരു റൂഫ് നമ്മൾ റിപ്പയർ ചെയ്യുന്നവർ നമുക്ക് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം കുറച്ച് നാളുകളിൽ തന്നെ വീണ്ടും റസ്റ്റ് ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ റൂഫ് റീപ്ലേസ് ചെയ്യാനാണ് തീരുമാനിച്ചത്. റീപ്ലേസ് ചെയ്തൊന്നും ഇത് കിട്ടാൻ സാധ്യതയില്ല എന്നറിഞ്ഞുകൊണ്ടാണ് മറ്റൊരു വാഹനത്തിൻ്റെ റൂഫ് കട്ട് ചെയ്തെടുക്കാൻ തീരുമാനിച്ചത്. ഏതായാലും നമുക്ക് അധികം അന്വേഷിക്കാതെ തന്നെ ഇതിൻ്റെ ഒരു റൂഫും ബോണറ്റും ബമ്പറും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനിയും ചെയ്യുന്നത് നമ്മൾ ഈ വാഹനത്തിൻ്റെ റൂഫ് ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കിട്ടിയ റൂഫ് പാനലിനോട് ഏകദേശം മാച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് ഇത് കട്ട് ചെയ്യാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് ജോയിൻ ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് മാറും. സോ ഈ കട്ട് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് വളരെ ആക്യുറേറ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. You show up thirsty, staring at me like I can do something for you. You lick your lips, you think you're slick. You stalk like I'm a piece of meat. You're trying out and showing off, so flashy, don't do jack for me. You're such a troll, out of control. I wish I could just hit delete. Why you gotta ruin this for us? Spoil the fun, just be done. I have seen enough to call your bluff. Oh, didn't come here for you. Knew you killing the mood. Oh, you being so rude. Get out of my way. Didn't come here to fight. Carry on. നമുക്കറിയാം ഏതെങ്കിലും ഒരു ഭാഗം താഴുകയോ അല്ലെങ്കിൽ പൊങ്ങുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഫുള്ള് ഷേപ്പിനെ തന്നെ ഇത് ബാധിക്കും. സോ വളരെയധികം മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് തന്നെ
ഓരോ സൈഡും എത്ര മെഷർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിനുശേഷമാണ് ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത്. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുക, നമ്മളെ റൂഫ് പാനൽ ജസ്റ്റ് ഇതിലേക്ക് കൊണ്ടുവച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇതിൻ്റെ പൊസിഷൻ ഒന്ന് ചെക്ക് ചെയ്യും. എല്ലാ കോർണറും കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യും. കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് അവിടെ തന്നെ ഗ്രൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ ചെറിയ ചെറിയ കട്ട് ചെയ്ത് നമ്മൾക്കവിടെ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ കറക്റ്റ് കഴിഞ്ഞ് ജസ്റ്റ് വെച്ച് നോക്കി എല്ലാം ഓക്കെ ആണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ നമുക്കത് വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യം സ്പോട്ട് വെൽഡ് ചെയ്ത് 4 ജോയിൻറ്റും നമ്മൾ 4 പില്ലറിലും സ്പോട്ട് വെൽഡ് ചെയ്ത ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും. ഇത് ഓക്കെ ആണെന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബാക്കി ഫുൾ വെൽഡിങ്ങിലേക്ക് കടക്കുന്നതാണ്. The fun just begun. I have seen enough to call your bluff. Oh, didn't come here for you. Dude, you're killing the mood. Oh, you being so rude. Get out of my way. Didn't come here to fight. Carry on with your night. Just get out of my sight. Get out of my way. Didn't come here for you. Dude, you're killing the mood. You being so rude, get out of my way. Didn't come here to fight, carry on with your night. Out of my sight, get out of my sight. I have had enough of your loud parade. It's time for you to go away. Didn't come here for you. Dude, you're killing the mood. Oh, you being so rude. Get out of my way. Didn't come here to fight. Carry on with your night. Just stay out of my sight. Get out of my way. Didn't come here for you. Dude, you're killing the mood. Oh, you being so rude. Get out of my way. Didn't come here to fight. Carry on with your night. Out of my sight. Get out of my way. You show up thirsty, staring at me like I can do something for you. You lick. ഇതിനിടയിലുള്ള സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ബർത്ത്ഡേ പോലുള്ള ആഘോഷങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാഫിൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ നമ്മൾ ആഘോഷിക്കാനും ഇതിനിടയിൽ സമയം കണ്ടെത്തും. No one knows. So flashy, don't do jack for me. You're such a troll, out of control. എ പില്ലറും ബി പില്ലറും സി പില്ലറിലെയും വെൽഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോർഷൻ ഗ്രൈൻഡ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനിയുള്ളത് 2 പാർട്സ് ഉള്ളത് ഫ്രണ്ട് റിയറിലെ ടെയിൽ ഡോർ, അതുപോലെ തന്നെ ഫ്രണ്ട് ബോണറ്റ്, ബമ്പർ ഇവയൊക്കെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. ടെയിൽ ഡോറിന് കുറച്ച് ഡെൻ്റ് ഉണ്ട്, അത് റിപ്പയർ ചെയ്തെടുക്കണം. അല്ല, ബോണറ്റും ബമ്പറും നമ്മൾ മറ്റൊരു വാഹനത്തിൻ്റെ കൊണ്ടുവന്നായതുകൊണ്ടാണ് ജസ്റ്റ് വെച്ച് അലൈൻ ചെയ്തെടുത്താൽ മതി. ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിൽ പാർട്സിൽ എവിടെയെങ്കിലും ചെറിയ ഡാമേജ് ഡെൻ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ലെവൽ ചെയ്യണം. ഇത്രയും കഴിഞ്ഞ് നമ്മൾ നേരെ പെയിൻറ്റിങ്ങിലേക്ക് കടക്കുന്നതാണ്. സോ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ പെയിൻറ്റിങ് പ്രോസസ്സാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.